ഹലോ, എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് തേങ്ങ ചമ്മന്തി കൂട്ടി ഒരു പിടി പിടിച്ചാലോ? ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നറിയോ? തേങ്ങ ചമ്മന്തി, നല്ലൊന്നാന്തരം തേങ്ങ ചമ്മന്തി പുളി വെച്ചത് കേട്ടോ. പിന്നെ ഇതൊരു സൈസ് പയർ, എനിക്ക് അതിൻ്റെ മലയാളം എനിക്കറിയത്തില്ല. ഹിന്ദിയിൽ അതിന് രാജ്മ എന്ന് പറയും. രാജ്മ, റെഡ് കിഡ്നി. ഇംഗ്ലീഷിൽ റെഡ് കിഡ്നി എന്ന് പറയും, ഹിന്ദിയിൽ രാജ്മ എന്ന് പറയും. എനിക്ക് മലയാളത്തിൽ അതിൻ്റെ അറിയത്തില്ല, കാരണം നമ്മുടെ നാട്ടിൽ ഞാനിത് അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ പാവയ്ക്ക തോരൻ, പിന്നെ സ്പെഷ്യൽ ഒരു വെറൈറ്റി സാധനം ഉണ്ട്. ഇത് കണ്ടോ, മുളക്, കാന്താരി മുളക് കണ്ടോ? ഇത് കൂട്ടി ഒരു പിടിയെ കൊണ്ട് പിടിക്കാൻ പോവാ ഞാൻ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല എരിവുള്ള മുളക് ഇത് കേട്ടോ, സൂപ്പർ. അപാരം, നല്ല എരിവാണ്. നാട്ടിൽ കഴിക്കുന്ന ഒരു പ്രതീതി, എന്തായാലും പറയുന്നത് അറിയില്ല. സൂപ്പറാണ് കേട്ടോ. എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടം. ഇവിടെ ചേട്ടൻ അത് എരിവ് കഴിക്കാത്ത കാരണം ഞാനത് എരിവ് ഒന്നും ഇടത്തില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കും. കറി ഉണ്ടെങ്കിൽ ഞാൻ മുളക് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. നല്ല എരിവ്. പിന്നെ പച്ചമോരുണ്ട് കേട്ടോ, പച്ചമോരും ഉണ്ട്. എനിക്ക് വയ്യ, പനി ആയതുകൊണ്ട് ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നു. എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര പനിയായിരുന്നു. അത് കാരണം ഒരു മൂടില്ല. നല്ല ചമ്മന്തി കേട്ടോ, സൂപ്പർ ചമ്മന്തി. ഒന്നും വിട്ടില്ല. മുളക് പൊടി, ഇഞ്ചി, പുളി, തേങ്ങ, ഉപ്പ്, ഇത്ര മാത്രം. ഉള്ളിയൊന്നും ഇല്ലായിരുന്നു. എൻ്റെയും ഉള്ളിയൊക്കെ തീർന്നു പോയായിരുന്നു. ചെറിയ ഉള്ളി ഞാൻ ഫ്രിഡ്ജിനകത്ത് നോക്കിയപ്പോൾ 2 എണ്ണം ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അതായി. ഇതൊന്ന് കടിച്ചത് ഒരു പിടി പിടിക്കട്ടല്ലേ. കൊതി വരുന്നുണ്ട് ആർക്കെങ്കിലും. ഞാൻ നാട്ടിൽ വിളിച്ച് അച്ഛനോട് പറയും, എനിക്ക് കാന്താരിമുളക് കിട്ടി, പച്ചമുളക് ഇത് ഈ ഉണ്ടമുളക് കിട്ടിയെന്നൊക്കെ പറയാൻ പറയും. ഇവിടെയാണ് ഒരിടം പോലും കിട്ടാനില്ല. സൂപ്പർ. നല്ലൊരു ഒറ്റയ്ക്ക് ഇത് ഫുഡ് കഴിക്കണം. ചേട്ടനില്ലല്ലോ, ചേട്ടൻ അങ്ങ് ഡ്യൂട്ടിക്ക് പോയില്ലേ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന ഫുഡ് കഴിക്കുന്നത്. രാവിലെയാണോ കുഴപ്പമില്ല. രാവിലെ ഞങ്ങൾ 2 പേരും കൂടെ നാസ്തയും ചായയൊക്കെ കുടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം. വൈകിട്ട് ഞങ്ങളൊന്ന് വെച്ചിരുന്ന് കഴിക്കണം. നല്ല എരിവാ. ഇതിനോട് ഇച്ചിരി കടുമാങ്ങയും കൂടെ വേണം. ഓഫ്, പറയേ വേണം, വേറെ ലെവലായിരിക്കും. മീനില്ലല്ലോ, എന്താ മീനില്ലാതെ ഫുഡ് കഴിക്കുക എന്താ ടേസ്റ്റ്. പക്ഷെ എനിക്ക് മീൻ നിർബന്ധമാണ്. പച്ചമീൻ ഇല്ലെങ്കിലും എനിക്ക് ഉണക്കയും നിർബന്ധമാണ് കേട്ടോ. ഇന്ന് പിന്നെ ഞങ്ങൾ മീൻ കഴിക്കാത്തതുകൊണ്ട് ഇന്ന് മീൻ വെച്ചില്ല. പക്ഷെ ചേട്ടൻ ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടം. പുള്ളി ഒരു ചമ്മന്തിയോ ഒരു തോരനോ, മെഴുക്കുവരട്ടിയോടും പുള്ളിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. തോരനോ ഇച്ചിരി മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്ക് അതാ ഇഷ്ടം. നീ വേണമെന്നൊന്നും നിർബന്ധമില്ല. വെക്കുന്ന കറി ഒന്നേ ഉള്ളൂ, അത് ഇച്ചിരി ടേസ്റ്റോടാണെങ്കിൽ പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. പാവം. നല്ല എരിവാ ഇത് കേട്ടോ. അപ്പോൾ ഞാൻ പഴുങ്ങിഞ്ഞ് ഇന്നലെ തോന്നും പഴുങ്ങിഞ്ഞ് ഉണ്ടാക്കിയിട്ടും ഈ ഉണ്ടമുളക്, ഈ മുളവേല ഒരു 2 എണ്ണവും കാന്താരി മുളക് ഒരു 3-4 എണ്ണം കൂടി എടുത്ത് ഞാൻ ഇടിച്ച് തൈരും ചെറിയ ഉള്ളിയൊക്കെ കൂടെ
ഇട്ട് ചതച്ച് പഴങ്കഞ്ഞി ഉണ്ടാക്കി. അപ്പം ഞാൻ പുള്ളി പഴങ്കഞ്ഞി അങ്ങനെ കുടിക്കത്തില്ല. പിന്നെ പുള്ളിയെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് കുടിപ്പിക്കും. പഴങ്കഞ്ഞി നല്ലതല്ലേ, അപ്പം നിർബന്ധിച്ചാണ് ഞാൻ ഇച്ചിരി കുടിപ്പിക്കും. അപ്പം ഒരു ഉരുള പുള്ളി വാരിലോട്ട് വെച്ചപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം അങ്ങ് പുകയുന്നു. എരിവ് കാരണം ഇത്രയും മുളക് ഞാൻ ഇട്ടില്ല, ഇച്ചിരി ചോറല്ലേ ഉള്ളായിരുന്നു പഴങ്കഞ്ഞിക്ക്. അപ്പോൾ ഞാനും ചേട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ടേന്ന് പറയും, പുള്ളി അവിടെ വെച്ചിട്ടൊക്കെ പോയി. ദൈവമേ, ഞാനൊന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്തോ എരിവ് കാരണം ഇറക്കാമേ. പക്ഷെ ഞാൻ കഴിക്കും, അത് വേറെ. എനിക്കെരിവ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കളഞ്ഞില്ല, ഞാനൊന്ന് മൊത്തം അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഞാൻ പോയത്. അയ്യോ, അടിപൊളി കേട്ടോ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.